ദുബായിൽ പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കായുള്ള പാർക്കിംഗ് ബേകളിൽ വാഹനം നിർത്തിയിടുന്നതിനെതിരെ അധികൃതർ നടപടികൾ കർശനമാക്കുന്നു. 10,265 പേർക്ക് പിഴ ചുമത്തിയതായി ഗതാഗത വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ ജമാൽ അൽ ബന്നായി അറിയിച്ചു. 1000 ദിർഹം പിഴയും 4 ബ്ലോക്ക് പോയിന്റുമാണ് ഇത്തരക്കാർക്ക് ചുമത്തപ്പെടുക. ദുബായിൽ കൂടുതൽ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ള 6 സ്മാർട്ട് പോലീസ് സ്റ്റേഷനുകൾ അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്ത്രീകളെയും പുരുഷന്മാരെയും ചോദ്യം ചെയ്യാനുള്ള പ്രത്യേകം സെല്ലുകൾ, ഭരണനിർവഹണ ഓഫീസുകൾ, വെയർഹൌസുകൾ, രക്ഷാപ്രവർത്തകർക്കായുള്ള പ്രത്യേക മുറി എന്നിവ ഉൾപ്പെടുത്തിയാവും സ്മാർട്ട് പോലീസ് സ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാക്കുക. ഖത്തറിൽ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴ ജനജീവിതത്തെ ദുസ്സഹമാക്കി. താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും വെള്ളം കയറിയതിനാൽ പലയിടത്തും ഗതാഗതം താറുമാറായി. ടാങ്കറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുരന്ത നിവാരണ സേനയും പോലീസും എല്ലായിടത്തും കനത്ത ജാഗ്രതയിലാണ്. ദൂരക്കാഴ്ച കുറവാണ് എന്നതിനാൽ രാത്രികാല ഡ്രൈവിംഗ് വളരെ ശ്രദ്ധയോടെ വേണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൈരളി കൾച്ചറൽ അസോസിയേഷൻ ഹുജേറയുടെ ആഭിമുഖ്യത്തിൽ ഹുജേറ, റാസൽ ഖൈമ എന്നീ എമിറേറ്റുകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവം സംഘടിപ്പിക്കുന്നു. യുവജനോത്സവ ലോഗോയുടെ പ്രകാശനം ഹുജേറയിൽ നടന്നു. സൈമൺ സാമുവൽ, ശങ്കരൻ, CK ലാൽ, അബ്ദുൾ റസാഖ് എന്നിവർ പങ്കെടുത്തു. ജനുവരി 8-ന് ഹുജേറ ഇന്ത്യൻ സ്കൂളിൽ വെച്ചാണ് യുവജനോത്സവം. പെന്തക്കോസ്റ്റൽ യങ് പീപ്പിൾ അസോസിയേഷൻ ഷാർജ യൂണിയൻ ക്രൈസ്തവ സംഗീത നിശ സംഘടിപ്പിച്ചു. ലൈജു ജോസഫ്, സാം ജോർജ്, ലിബിനി കട്ടപ്പുറം, സ്റ്റാൻലി ജോൺ, ഷിബു സാം എന്നിവർ നേതൃത്വം നൽകി. പാസ്റ്റർ K. ജോൺ ബൈബിൾ പ്രഭാഷണം നടത്തി. പ്രവാസി വോട്ടവകാശം പ്രാബല്യത്തിൽ വരുത്താൻ നടപടിയെടുക്കണമെന്ന് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് ഡാൽമിയ മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനം N. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം വിനോദ് K. ജോണിനെ പ്രസിഡന്റായും രമേശ് കണ്ണപുരത്തെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കലാ കുവൈറ്റ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് TV ഹിക്മത്ത്, വിജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ക്രിസ്മസ് പുതുവത്സര പരിപാടികൾ ദുബായിൽ നടന്നു. മുസല്ല ടവറിൽ നടന്ന ആഘോഷ പരിപാടികൾ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിജയകൃഷ്ണൻ പ്രസംഗിച്ചു. On the 4th day of Christmas, my true love sent to me. സൗദിയിൽ അജ്ഞാതന്റെ ആക്രമണത്തിനിരയായ പാലക്കാട് യാക്കര സ്വദേശി ദേവരാജന് ജിദ്ദ കോൺസുലേറ്റിന്റെയും ജിദ്ദ നവോദയയുടെയും സഹായത്തോടെ കൊച്ചിയിലെത്തിച്ചു. തുടർന്ന് ഇയാളെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈരളി പ്രവാസലോകം പരിപാടിയും MB രാജേഷ് MPയും ദേവരാജന്റെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. വർഗീയതയും നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളും ഇഴചേർന്ന് സമൂഹത്തിൽ സൃഷ്ടിച്ച പുതിയ വെല്ലുവിളി നേരിടാൻ സംഘടനാ പ്ലീനം പാർട്ടിയെ പ്രാപ്തമാക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്താനാവശ്യമായ നിർദ്ദേശങ്ങൾ പ്ലീനം ചർച്ച ചെയ്യും. പശ്ചിമബംഗാളിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരായ പ്രതിഷേധമായി പ്ലീനം മഹാറാലി മാറുമെന്നും സീതാറാം യെച്ചൂരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. This rabid communalism merges with neoliberal reforms. This Modi government is carrying out neoliberal economic reforms more aggressively than the earlier Manmohan Singh government. At the same time, patronizing the communal forces, which are spreading in very dangerous levels in various ways. It has to be met politically, it has to be met ideologically, but it also has to be met organizationally. These are the concrete issues that we will be discussing in the plenum and taking the appropriate decisions. കൊൽക്കത്തയിൽ നാളെ ആരംഭിക്കുന്ന പ്ലീനത്തിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിനും പ്രമേയത്തിനും കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ഭേദഗതിയും ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത്. പൊളിറ്റ് ബ്യൂറോ അംഗം മണിക് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രൊസീഡിയും പ്ലീനം നടപടികൾ നിയന്ത്രിക്കും. കൊൽക്കത്തയിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ M. സന്തോഷ് നൽകിയ റിപ്പോർട്ടിലേക്ക്.
നാളെ ആരംഭിക്കുന്ന പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിനും പ്രമേയത്തിനും കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭേദഗതികളും നിർദ്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയ റിപ്പോർട്ടിനാണ് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ ആരംഭിക്കുന്ന പ്ലീനത്തിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര കമ്മിറ്റി അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. 12 മണിയോടുകൂടി ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് 10 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന റാലിയോടുകൂടിയാണ് പ്ലീന നടപടികൾ ആരംഭിക്കുക. 1 മണിക്ക് പതാക ഉയർത്തലുണ്ടാകും. അതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി 4 മണിയോടുകൂടി തന്നെ സമ്മേളന നടപടികളിലേക്ക് പാർട്ടി പ്ലീനം കടക്കും. പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനാ പ്രമേയവും റിപ്പോർട്ടും അവതരിപ്പിക്കും. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും അവസാന ദിവസം റിപ്പോർട്ടിനുള്ള മറുപടിയുമാണ് പ്ലീനത്തിൽ ഉണ്ടാകുക. പ്രത്യേകിച്ചും ഈ പ്ലീനം കൊണ്ട് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വർഗീയതയും നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളും മാറ്റം വരുത്തിയ ഈ സമൂഹത്തിൽ പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റ പ്രസ്ഥാനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സംഘടനാപരമായ ശക്തി സംഭരിക്കുക എന്നുള്ളതാണ് സംഘടനാ പ്ലീനം കൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും തീവ്ര വലതുപക്ഷം രാജ്യത്ത് പിടിമുറുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ജനങ്ങളുടെ മേൽ കടുത്ത സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടി സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പാർട്ടി ഈ പ്ലീനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 3 ദിവസം സംഘടനാ റിപ്പോർട്ടിന്മേൽ നടക്കുന്ന ചർച്ചയിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിന് കരുത്താകും. പ്രമുഖ ഇടതുപക്ഷ ചിന്തകൻ പ്രൊഫസർ വി അരവിന്ദാക്ഷൻ അന്തരിച്ചു. തൃശ്ശൂരിലായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ. പ്രമുഖ മാർക്സിസ്റ്റ് ചിന്തകൻ വി അരവിന്ദാക്ഷൻ അന്തരിച്ചു. തൃശ്ശൂരിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ നടക്കും. പ്രമുഖ മാർക്സിസ്റ്റ് ചിന്തകൻ വി അരവിന്ദാക്ഷൻ അന്തരിച്ചു. തൃശ്ശൂരിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ. മറ്റു വാർത്തയിലേക്ക്. പാർട്ടി പ്ലീനത്തിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിലെത്തിയ കേരള നേതാക്കൾക്ക് വിമാനത്താവളത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, വി.എസ്. അച്യുതാനന്ദൻ തുടങ്ങിയ നേതാക്കളെ മുദ്രാവാക്യം വിളികളോടെയാണ് ബംഗാളിൽ പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത്. സംഘടനാ പ്ലീനം കേരളത്തിലെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. കൊൽക്കത്തയിൽ ചേരുന്ന സംഘടനാ പ്ലീനത്തിൽ 89 പ്രതിനിധികളാണ് കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയോടെ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കൊൽക്കത്തയിലെത്തി. സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബംഗാളിലെ സഖാക്കൾ നേതാക്കൾക്ക് സ്വീകരണം നൽകി. കൊൽക്കത്ത പ്ലീനം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്ന് കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. പിന്നെ സംശയമില്ല. ദേശീയ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്, സംഘടനാപരമായും രാഷ്ട്രീയമായും ശക്തിപ്പെടുത്തുന്നതിനുള്ള വ്യക്തമായ രൂപരേഖ തയ്യാറാക്കുന്ന ഒരു പ്ലീനമാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് പാർട്ടിയുടെ സംഘടനാ രംഗത്തുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തിളക്കമുള്ള ഒരു വിപ്ലവ ബഹുജന പാർട്ടിയാക്കി CPM-നെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗമാണ് ഈ പാർട്ടി പ്ലീനം. പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കൽക്കത്തയിൽ വെച്ച് ചേരുന്ന പ്ലീനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ പ്രതിനിധികളും പ്ലീനത്തിൽ പങ്കെടുക്കുന്നതിനായി കൊൽക്കത്തയിലെത്തും. പ്ലീനത്തിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് ആവേശകരമായ വരവേൽപ്പാണ് ബംഗാളിലെ സഖാക്കൾ നൽകിയത്. ഈ പ്ലീനം കേരളത്തിലെ സംഘടനയെയും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന പ്രതീക്ഷയും കേരളത്തിലെ നേതാക്കൾ പങ്കുവച്ചു. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M. സന്തോഷ്. സ്വാമി ശാശ്വതികാനന്ദയെ കൊന്നിർത്തനെയെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ ഇടിക്കട്ട കൊണ്ട് തലക്കടിച്ച് പുഴയിൽ തള്ളിയതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. പുഴയോട് ചേർന്ന കൽക്കെട്ടിനകത്ത് നിന്നും മൃതദേഹം കിട്ടിയതിലും ദുരൂഹതയുണ്ടെന്ന് പ്രകാശാനന്ദ കോഴിക്കോട്ട് വ്യക്തമാക്കി. വാസ്തവത്തിൽ ഞാനതിപ്പോൾ പറഞ്ഞാൽ ആരെങ്കിലും ഇടികെട്ടൊക്കെ ഇടിച്ച് അതോടുകൂടി ബോധം കെട്ട് ആറ്റിൽ വീണ് പോയതാ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരുടെയെങ്കിലും പ്രേരണ എന്തോ ഉണ്ട്, അതിനെ എടുത്തോ. എന്നിട്ട് ഈ മതിൽക്കെട്ടിൻ്റെ ഇടയിൽ കല്ലിൻ്റെ ഇടയിൽ നിന്നാണ് ഒടുവിൽ വെള്ളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ഊന്നിയ പലയിടത്തും നോക്കിയിട്ട് കാണാൻ ഒടുക്കം കൊണ്ടുവന്ന് എങ്ങനെയോ ഒരു ഒത്തുകൂത്തിയപ്പം ഈ മതിലിൻ്റെ അടുത്തിരുന്ന കല്ലിൻ്റെ ഇടയിൽ കൊണ്ട് കയറ്റി വെച്ചിരുന്നത്. ശവം അവിടെ വന്ന് കല്ലിൻ്റെ ഇടയിൽ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല.
കത്ത് വിവാദത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു. കേരളത്തിലെത്തുന്ന സോണിയാഗാന്ധി 30-ന് കോട്ടയത്ത് UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനിടെ ബ്രേക്കിംഗ് ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനാകില്ലെന്ന് കത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള രമേശ് ചെന്നിത്തലയുടെ കത്ത് പുറത്തുവന്ന സാഹചര്യത്തിൽ വിഷയം ഗൗരവമായി പരിഗണിക്കാനാണ് AICC നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി AICC അധ്യക്ഷ സോണിയാഗാന്ധി UDF-ലെ ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ ഘടകകക്ഷി നേതാക്കളുടെ നിലപാടറിയുകയാണ് സോണിയയുടെ ലക്ഷ്യം. AICC അധ്യക്ഷ ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന വിവരം കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. എന്നാൽ സർക്കാരിനെ വിലയിരുത്തേണ്ടത് വ്യക്തികളല്ല, ജനങ്ങളാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പ്രതികരിക്കാൻ താൻ തയ്യാറല്ല. ബ്രേക്കിംഗ് ന്യൂസുകളുടെ പിന്നാലെ പോകുന്നയാളല്ല താനെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു കത്ത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അയച്ചെന്ന് പറഞ്ഞ ആളെ നിഷേധിച്ചു. പിന്നെ അന്തരീക്ഷത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അന്വേഷണം നടത്തി അപ്പം എന്നോട് ചോദിച്ചു, ഇത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രേക്കിംഗ് ന്യൂസിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല ഞാൻ. ബ്രേക്കിംഗ് ന്യൂസിൻ്റെ പുറകെ പോയി എന്തെങ്കിലും ചെയ്തവരെല്ലാം കുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിൽ പോകുന്ന കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞു. ഒരു ഗവൺമെൻറ്റിനെ ഇരുത്തുന്നത് അത് പിന്നെ ജനങ്ങളാണ്. അത് സ്വന്തമായിട്ട് ആരെങ്കിലും വിലയിരുത്തുന്നത് ശരിയല്ല. അത് പാമ്പാടി RIT എഞ്ചിനീയറിംഗ് കോളേജിന്റെ ജൂബിലി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് സോണിയാഗാന്ധി കേരളത്തിലെത്തുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ MP മാത്രമായ സോണിയാഗാന്ധി ഉദ്ഘാടകയാകുന്നതിൽ പ്രോട്ടോകോൾ ലംഘനമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മദ്യനയത്തിൽ ചൊവ്വാഴ്ച സുപ്രീം കോടതി അന്തിമ വിധി പറയും. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്തുള്ള ബാർ ഉടമകളുടെ ഹർജിയിലാണ് വിധി പറയുക. ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ വിരമിക്കുന്നതിനാലാണ് പ്രത്യേക സിറ്റിംഗ് നടത്തുന്നത്. ജഡ്ജിമാരായ വിക്രംജിത്ത് സെൻ, ശിവകീർത്തി സെൻ എന്നിവരുടെ ബെഞ്ചാണ് ബാർ കേസിൽ 29-ന് അന്തിമ വിധി പറയുക. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമായി ബാർ ലൈസൻസ് പരിമിതപ്പെടുത്തിയ സർക്കാർ മദ്യനയത്തിനെതിരെ ബാർ ഉടമകൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വിധി. സർക്കാർ നയം വിവേചനപരമെന്നും ഭരണഘടനയുടെ 14-ാം വകുപ്പ് ഉറപ്പു നൽകുന്ന തുല്യതയുടെ ലംഘനവുമെന്നാണ് ബാർ ഉടമകളുടെ വാദം. ഈ വാദം കോടതി അംഗീകരിച്ചാൽ മദ്യനയം നിലനിൽക്കില്ലെന്ന് 27-ാം തീയതിയിലെ അന്തിമവാദത്തിൽ ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവെ വാദിച്ചിരുന്നു. മദ്യവിൽപ്പന മൗലികാവകാശമല്ലെന്നും അതിനാൽ ഭരണഘടനയുടെ 14-ാം വകുപ്പിന്റെ സംരക്ഷണം ചോദിക്കാനാകില്ലെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബലും മറുവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ സർക്കാർ മദ്യനയം നടപ്പാക്കിയിട്ടും മദ്യ ഉപഭോഗം കുറഞ്ഞില്ലെന്നും 80% വിൽപ്പനയും ബിവറേജ് ഔട്ട്ലെറ്റ്സിലൂടെയാണെന്നുമാണ് ബാർ ഉടമകൾ വ്യക്തമാക്കിയത്. ബാർ ലൈസൻസ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമെന്ന സർക്കാർ പിടിവാശി എന്തിനെന്നും വിനോദസഞ്ചാര പ്രോത്സാഹനം മദ്യനയ ലക്ഷ്യമല്ലെന്നും കോടതിയും നിരീക്ഷിച്ചിരുന്നു. ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ ഈ മാസം 30-ന് വിരമിക്കുന്നതിനാലാണ് അവധിക്കാല ബെഞ്ചിന്റെ പ്രത്യേക സിറ്റിംഗിൽ വിധി പറയുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ക്രിസ്മസ് തലേന്ന് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകളിൽ ഒറ്റ ദിവസം മാത്രം വിറ്റത് 7,40,00,000 രൂപയുടെ മദ്യമാണ്. 1,87,00,000 രൂപയുടെ മദ്യം വിറ്റ എറണാകുളം ജില്ലയാണ് മദ്യവിൽപ്പനയിൽ മുന്നിൽ. കൊച്ചി വൈറ്റില ഔട്ട്ലെറ്റിൽ മാത്രം വിറ്റത് 54 ലക്ഷം രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1 കോടി രൂപയുടെ വർധനവാണ് കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനയിൽ ഒറ്റ ദിവസം മാത്രമുണ്ടായത്. സംസ്ഥാനത്തെ 49 ഔട്ട്ലെറ്റുകളിലായി 7,40,00,000 രൂപയുടെ മദ്യമാണ് ക്രിസ്മസ് തലേന്ന് വിറ്റഴിച്ചത്. ഇതിൽ എറണാകുളം ജില്ലയാണ് മുന്നിൽ. 1,87,00,000 രൂപയുടെ വിൽപ്പനയാണ് എറണാകുളത്ത് നടന്നത്. ജില്ലയിലെ വൈറ്റ്ല ഔട്ട്ലെറ്റിൽ റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായത്. വൈറ്റ്ലയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 24-ന് 18 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റതെങ്കിൽ ഇത്തവണ 53,83,000 രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 3 മടങ്ങ് വർധനയാണ് മദ്യവിൽപ്പനയിൽ ഈ വർഷം ഇവിടെ ഉണ്ടായത്. ഓണത്തിനും ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത് ഇതേ ഔട്ട്ലെറ്റിൽ തന്നെയാണ്. ക്രിസ്മസ് തലേന്നത്തെ മദ്യവിൽപ്പനയിൽ 2ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. 98 ലക്ഷം രൂപയുടെ മദ്യം തിരുവനന്തപുരത്ത് വിറ്റഴിച്ചു. തൃശ്ശൂരിൽ 94 ലക്ഷം, കോട്ടയത്ത് 77 ലക്ഷം, കണ്ണൂരിൽ 63 ലക്ഷം എന്നിങ്ങനെ പോകുന്നു വിവിധ ജില്ലകളിലെ കണക്കുകൾ. ഏറ്റവും കുറവ് വിൽപ്പന നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഒരേ ഒരു ഔട്ട്ലെറ്റ് മാത്രമുള്ള പത്തനംതിട്ട ജില്ലയിൽ വിറ്റത് 20 ലക്ഷം രൂപയുടെ മദ്യമാണ്. കൺസ്യൂമർ ഫെഡിനേക്കാൾ ഇരട്ടിയിലധികം ഔട്ട്ലെറ്റുകളുള്ള ബീവറേജസ് കോർപ്പറേഷന്റെ കണക്കുകൂടി പുറത്തുവരുന്നതോടെ മലയാളിയുടെ മദ്യാസക്തി എത്ര മടങ്ങ് വർദ്ധിച്ചുവെന്ന് വ്യക്തമാകും. KM ഉമേഷ്, കൊച്ചി. സംസ്ഥാനത്ത് ചുവടുറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി RSS പ്രമുഖ വ്യക്തികളുമായി മുഖാമുഖത്തിന് തയ്യാറെടുക്കുകയാണ് ദേശീയ നേതൃത്വം. ഇതിന്റെ ഭാഗമായി 2 ദിവസത്തെ സന്ദർശനത്തിനായി കൊച്ചിയിലെത്തുന്ന RSS തലവൻ മോഹൻ ഭാഗവത് തെരഞ്ഞെടുക്കപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തും.
രാഷ്ട്രീയ നിരീക്ഷകർ, വിവരാവകാശ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, വിവിധ ആശുപത്രികളുടെ ഉടമകൾ, ഡോക്ടർമാർ തുടങ്ങി വലിയൊരു നിരയാണ് മോഹൻ ഭാഗവതുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് RSS സംസ്ഥാന ജില്ലാ നേതൃത്വം ഒരുക്കിയിട്ടുള്ളത്. 27 ചെന്നൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തുന്ന RSS തലവൻ ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനുശേഷം അവിടെ ആദ്യഘട്ട കൂടിക്കാഴ്ചകൾ നടത്തും. പിറ്റേന്ന് കൊച്ചിയിലാണ് രണ്ടാം ഘട്ട കൂടിക്കാഴ്ചകൾ. ചിലർ ക്ഷണം സ്വീകരിക്കുകയും മറ്റു ചിലർ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷണം നിരസിക്കുന്നതായും യാതൊരു വിധത്തിലുള്ള പ്രോത്സാഹനവും RSSന് നൽകുകയില്ലെന്ന് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ അറിയിച്ചു. അതേസമയം ആശയസംവാദത്തിന്റെ ഒരു വേദിയായി കണ്ട് അത് പ്രയോജനപ്പെടുത്താമെന്ന ആശയം ഒരു വിഭാഗത്തിനുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിർണായകമായ സ്വാധീനമുള്ള RSS എന്തുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് അഭികാമ്യമാകുന്നില്ല എന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹവുമായി അത്തരത്തിലൊരു സംവാദം നടത്താനുള്ള ക്ഷണം അതുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പുതിയൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിനു വേണ്ടി RSS ദേശീയതലത്തിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് കൊച്ചിയിലെയും ചൂടുവയ്പ്പുകൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അസഹിഷ്ണുത കണ്ണൂരിലും. അനാചാരങ്ങൾക്കെതിരെ പോരാടിയ ഫോട്ടോഗ്രാഫർ റഫീഖ് പുളിപ്പറമ്പിലിന്റെ സ്റ്റുഡിയോയ്ക്ക് നേരെ ആക്രമണം. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ ഹർത്താൽ ആചരിച്ചു. പുലർച്ചെ 1 മണിക്കാണ് സംഭവം നടന്നത്. തളിപ്പറമ്പിലെ റഫീഖ് പുളിപ്പറമ്പിന്റെ ഒബ്സ്ക്യൂറോ സ്റ്റുഡിയോ അടിച്ചു തകർത്ത് തീയിട്ടു നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും കണ്ണുമാത്രം പുറത്തുകാട്ടി പർദ്ദ ധരിക്കുന്നതിന്റെ അശാസ്ത്രീയതയെയും സാമൂഹ്യ പ്രശ്നങ്ങളെയും കുറിച്ച് റഫീഖ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. സോഷ്യൽ മീഡിയകളിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവൻ ഇസ്ലാമിക വിരോധി, ഇവന്റെ ക്യാമറ വെളിച്ചം നമ്മുടെ വീടുകളിൽ പതിയാതിരിക്കട്ടെ തുടങ്ങിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കുടുംബത്തിനടക്കം വധഭീഷണിയുണ്ടായതായും റഫീഖ് പറയുന്നു. മതപരമായ എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഞാൻ മതവിരുദ്ധനാണ്, മതത്തിനെതിരാണ് എന്നുള്ള രീതിയിൽ നാട്ടിലൊട്ടുക്കും പ്രചരിപ്പിച്ച് എൻ്റെ ശാരീരികമായിട്ടും എൻ്റെ മാനസികമായിട്ടും എന്നെ വല്ലാത്ത രീതിയിൽ ഒരാഴ്ചയായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. തുടർന്നാണ് ജീവിതമാർഗം തന്നെ ഇല്ലാതാക്കും വിധത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അസഹിഷ്ണുത സ്റ്റുഡിയോ തകർക്കുന്നിടത്തെത്തിയതെന്നും റഫീഖ് പറയുന്നു. തളിപ്പറമ്പ് CIയുടെ നേതൃത്വത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മോദിയുടെ പാക് സന്ദർശനം അപ്രതീക്ഷിതമല്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ. പാക് സന്ദർശനം സംബന്ധിച്ച് പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമാവുകയാണ്. മോദി പാകിസ്ഥാനിലെത്തിയത് ഉരുക്കു വ്യവസായി സഞ്ജൻ ജിൻഡാലിന് വേണ്ടിയെന്ന് ആരോപണം. നവാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയിൽ സഞ്ജൻ ജിൻഡാലിന്റെ സാന്നിധ്യം എന്തിനെന്നും പ്രതിപക്ഷം. പ്രമുഖ ഉരുക്കു വ്യവസായി ജിൻഡാൽ സ്റ്റീൽസ് ഉടമ സജ്ജാൻ ജിൻഡാലിനൊപ്പം നരേന്ദ്രമോദി നവാസ് ഷെരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അഫ്ഗാൻ സന്ദർശനത്തിനിടയിൽ ദില്ലിയിലേക്ക് തിരിക്കും വഴി ലാഹോറിലിറങ്ങുമെന്ന് നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തുന്നത് രാവിലെ 11:30. തൊട്ടടുത്ത നിമിഷം താൻ ലാഹോറിലുണ്ടെന്നും ചരിത്ര മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണെന്നും പ്രമുഖ വ്യവസായിയും ട്വിറ്ററിൽ കുറിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കുന്നതിനു മുമ്പേ വ്യവസായി നടത്തിയ വെളിപ്പെടുത്തലാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. നവാസ് ഷെരീഫിന്റെ ജന്മദിനത്തിന് ആശംസ പകരാനാണ് പ്രധാനമന്ത്രി ലാഹോറിലെത്തിയതെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ പറയുന്നത്. രാവിലെ പാക് പ്രധാനമന്ത്രി ഫോണിൽ ക്ഷണിച്ചിരുന്നെന്നും വിശദീകരിക്കുന്നു. അതേസമയം നവാസ് ഷെരീഫിന്റെ ചെറുമകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ താനും ലാഹോറിലെത്തിയിട്ടുണ്ടെന്ന് വ്യവസായ പ്രമുഖനും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം കാഠ്മണ്ഡുവിൽ വെച്ച് നടന്ന സാർക്ക് ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരുടെയും കൂടിക്കാഴ്ചയിൽ താൻ പങ്കാളിയായിട്ടുണ്ടെന്ന് സജ്ജൻ ജിൻഡാൽ ഒരു ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു. ഇരു പ്രധാനമന്ത്രിമാരുടെയും കൂടിക്കാഴ്ചയിൽ വ്യവസായ പ്രമുഖന്റെ പങ്കാളിത്തം എന്തിനെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. ഇക്കാര്യം മുൻനിർത്തി രാജ്യതലസ്ഥാനത്ത് വലിയ പ്രതിഷേധമുയർത്താനാണ് കോൺഗ്രസ് തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്തെ അറിയിക്കാത്തൊരു പ്രധാനമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. വ്യവസായ പ്രമുഖനെ ഉൾക്കൊള്ളിച്ചുള്ള ഈ ചർച്ച രാജ്യ താൽപര്യങ്ങളെക്കാൾ വ്യക്തി താൽപര്യങ്ങളാണ് പ്രധാനമന്ത്രിക്ക് വലുതെന്ന വിമർശനങ്ങൾക്ക് വഴിവെച്ചു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ വിഷൻ ചാനൽ തിരിച്ചുവരുമെന്ന് മന്ത്രി MK മുനീർ. ഇല്ലെങ്കിൽ ജീവിതം പരാജയമാകുമെന്നും ഇന്ത്യ വിഷൻ വ്യക്തിപരമായി നഷ്ടമുണ്ടാക്കിയെന്നും മുനീർ പറഞ്ഞു. JB ജംഗ്ഷനിലാണ് മുനീറിന്റെ വിശദീകരണം. ഇന്ത്യ വിഷൻ ഇന്ന് പ്രസരണ രംഗത്തില്ല. പക്ഷെ താങ്കൾക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ തൊഴിലാളികൾ, അതിനകത്ത് ഷെയർ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഒരു വഞ്ചകനായിട്ട് അവരുടെ പണം
വേറെ എന്തിനൊക്കെ വിനിയോഗിച്ചോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാ രീതിയിലും അത് തിരിച്ചു കൊണ്ടുവരികയും അതിനെവിടെയെങ്കിലും എത്തിച്ച് അവരുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി എൻ്റെ ദൗത്യം തീർന്നു. പ്രതീക്ഷിക്കാം ഡോക്ടർ എം കെ മുനീർ? എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ്. എത്ര പെട്ടെന്നായാലും അത്രയും ഡാമേജ്. നെല്ല് സംഭരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം വരുന്നു. IFSC കോഡുള്ള ബാങ്കുകൾ വഴി മാത്രമേ സബ്സിഡി നൽകാനാവൂ എന്ന കേന്ദ്ര സർക്കാർ തീരുമാനമാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. ലക്ഷ്മി നാരായണ ഗ്ലോബൽ മ്യൂസിക് ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടന്നു. പ്രശസ്ത വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യത്തിന്റെ പിതാവിന്റെ സ്മരണാർത്ഥമാണ് പരിപാടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കഅങ്കി ഘോഷയാത്ര ശബരിമലയിൽ എത്തി. വൈകിട്ട് ശരംകുത്തിയിൽ നിന്നും തങ്കഅങ്കിയെ ആചാരപൂർവ്വം സ്വീകരിച്ച് സന്നിധാനത്തെത്തിച്ചു. സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കഅങ്കി പേടകം ഏറ്റുവാങ്ങി. തുടർന്ന് തങ്കഅങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി സന്ധ്യ ദീപാരാധന നടന്നു. നാളെ രാവിലെ കുംഭരാശി മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. തങ്കഅങ്കി ഘോഷയാത്രയോടനുബന്ധിച്ച് സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ഡലപൂജയ്ക്ക് ശബരീഷിന് ചാർത്താനുള്ള തങ്കഅങ്കിയുമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര വൈകിട്ടാണ് ശബരിമലയിലെത്തിയത്. ശരംകുത്തിയിൽ വെച്ച് തങ്കഅങ്കി ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിച്ച് വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്തെത്തിച്ചു. സോപാനത്ത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കഅങ്കി പേടകം ഏറ്റുവാങ്ങി. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കഅങ്കി ചാർത്തി സന്ധ്യാ ദീപാരാധന നടന്നു. നാളെ രാവിലെ കുംഭരാശി മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. രാത്രി 10-ന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് സമാപനമാകും. പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി 30-നാണ് നട തുറക്കുക. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.